എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ സുജാതയുടെ അടുത്ത് ലക്ഷ്മി അമ്മ ഇരുന്നിട്ട് പറയണ, സുജാത വിഷമിക്കണ്ട കേട്ടോ, എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവും. ഈ കുടുംബത്തിൽ ആരൊക്കെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാലും സുജാതനെ ഞാൻ ഒറ്റപ്പെടുത്താൻ പോയില്ല. കാരണം എന്താണെന്നറിയാവോ, എന്റെ മഹിയേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ, അപ്പൊ നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട എന്റെ കടമയല്ലേ, അതുകൊണ്ട് ഒരിക്കലും കൈവിടില്ല, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയണം. സുജാതയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന കണ്ടപ്പം രശ്മിയമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഇതൊക്കെ കേട്ട് പുറത്തു നിന്ന് മഹേശനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാ. മഹേശൻ അങ്ങോട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ ഭഗവാനെ, പാവം ലക്ഷ്മി ഒന്നും അറിയത്തില്ലാതെയാ അതിനകത്ത് കിടന്ന് ഈ കളി കാണുന്നത്. പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് മോഹിനി ചെല്ലുവാണ്. മോഹിനി ചോദിച്ചു, ഇവിടെ എന്തൊക്കെയാ നടക്കണേ? എന്താ തോന്നിയാസാവാന്നാണോ? എന്താ മോഹിനി ചെറിയമ്മ, ഞാൻ എന്താ ഇത് കൂടുതൽ പറയുന്നേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആദ്യം ഗാഥ വന്നു, ഗാഥയുടെ പുറകെ ഗാഥയുടെ അമ്മേനെ കൊണ്ടുവന്നു. ഇതന്നെ വല്ല ആദരാശ്രമമാണോ ഈ വഴിയെ പോകുന്ന എല്ലാവർക്കും കയറി കിടക്കാനായിട്ട്? അല്ല, പിങ്കിമോൾക്ക് ഇതൊക്കെ ഒന്ന് ചോദിച്ചുകൂടെ? പിങ്കിമോൾ ഈ വീട്ടിലെ കാർന്നൂത്തിയല്ലേന്ന് ചോദിക്കാം. അത് ചെറിയമ്മേ, ഞാൻ എന്ത് ചോദിക്കാനാ? കാർന്നൂത്തി ആവണമെങ്കിൽ ഒരു പക്ഷേ ഈ വീട്ടിലെ തലമൂത്ത ആളായിരിക്കണം, എന്നാലും നമ്മുടെ വാക്കിന് വില ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ കെട്ടി വന്ന മരുമോൾ ഞാൻ എന്തേലും പറഞ്ഞ് എന്റെ വാക്കിന് വിലയുണ്ടോന്ന് ചോദിക്കാം. അതെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിങ്കിമോൾ എന്തിനാ പിന്നെ ബാങ്കിൽ പോവാനും ബാക്കി കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ മാത്രമാണോ? പിങ്കിമോൾ ഒരു കാര്യം പറഞ്ഞ ബാക്കിയുള്ളവരെ അനുസരിക്കണം, അങ്ങനെയാ വേണ്ടേന്ന് പറയാം. അതൊന്നും അല്ല ചെറിയമ്മ ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? വല്യമ്മ ചെറിയമ്മ ശ്രദ്ധിച്ചോ? മഹേശ്വരൻ വല്യച്ഛനാണെങ്കിൽ ആ ഗാഥയെ സുജാതാന്റിയും കൂടി വന്നതിന് ശേഷം വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ, നമ്മളോടൊന്നും ആരോടും പറയാത്ത എന്തോ രഹസ്യം ഉള്ളിലുണ്ടെന്ന് പറയാം. അത് ശരി, അത് ഞാനും ശ്രദ്ധിച്ചു. പക്ഷെ അത് ആദ്യം അറിയണം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. എല്ലാം ഗാഥയ്ക്കറിയാം, അവളുടെ മനസ്സിലെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളോട് പറയാത്തതെന്ന് പറയാം. ഒരു കാര്യം ചെയ്താലോ, ഇപ്പൊ തന്നെ ഗാഥയോട് പോയി ചോദിച്ചാലോ കാര്യങ്ങളൊക്കെ? വേണ്ട, ഇപ്പോഴങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ ആ നന്ദ കാണും. നന്ദ എപ്പോഴും ഗാഥയെ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുക. കാരണം നന്ദയ്ക്കറിയാം ഗാഥേനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ട്. ആ സെക്കൻഡ് നമ്മൾ ആരെങ്കിലും പോയി എന്തെങ്കിലും ചോദിക്കുമെന്നൊക്കെ. അതുകൊണ്ട് ഒരിക്കലും തനിച്ചാക്കുന്നില്ല. അപ്പൊ എപ്പോഴേലും നമുക്ക് തനിച്ചായിട്ടൊരു അവസരം കിട്ടും. ആ സമയം നമുക്ക് മുതലാക്കാം. ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് അവസരങ്ങൾ നമ്മളെ തേടിയെത്തും. നമുക്കുള്ള സമയം നമുക്കായിട്ട് വരും. നമ്മൾ എടുത്തു ചാടി ഈ സമയത്തൊന്നും ചെയ്തുകൂടാന്ന് പറയാം. മോഹിനി പറഞ്ഞ ശരിയാ, മോള് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാന്ന് പറയാം. പിന്നീട് സുജാത വല്ലാത്ത സങ്കടത്തിലായിരുന്നു. സുജാത ഇങ്ങനെ കണ്ണു നിറഞ്ഞു കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഗാഥയെ നന്ദ അങ്ങോട്ട് വരുന്നേ. അപ്പൊ നന്ദ വന്നിട്ട് ചോദിച്ചു, ആന്റി എന്തിനാ സങ്കടപ്പെടുന്നേ, എന്തിനാ കരയണേന്ന് ചോദിക്കുവാണ്. എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല. അതേ ലക്ഷ്മി വിരിച്ചു തന്ന ബെഡ്ഷീറ്റ് അത്. ഈ ഷീറ്റെ കിടന്നിട്ട് എനിക്ക് ചുട്ടുപൊള്ളുക, അറിയാവോ? എന്തിനാ സങ്കടപ്പെടുന്നേ? എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? പാവം, അതിനൊന്നും അറിയത്തില്ല. എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിയുമ്പം അതിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും. ഒരു ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ലോ അത്. ഇപ്പൊ എന്നെ നോക്കുന്നതിന്റെ പേരില് പിന്നീട് അതിരുന്ന് ദുഃഖിക്കൂലേ? എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. അതെങ്ങനെയാ സുജാതാന്റെ ശരിയാകുന്നേ? ചെമ്പമ്പള്ളിക്ക് ചെല്ലാൻ പറ്റുമോ? അവിടെ വീടില്ല. ഇല്ലെങ്കിൽ അവിടെ ചെന്നൊരു വാടക വീട് എടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? ആ ബാലാജിയുടെ ആൾക്കാർ വരില്ലേ? ഇവിടെയാണെങ്കിൽ സേഫാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്കിവിടെ കിടന്നാൽ ഒരിക്കലും എന്റെ കാര്യത്തിൽ തീരുമാനമാവില്ല. എനിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റില്ല. എന്റെ മനസ്സ് ചത്തവരുടെ മനസ്സാന്ന് പറയാം. ഇപ്പം മനസ്സിന് നല്ല ധൈര്യം കൊടുക്കുക ചെയ്യണ്ടേ. ശരീരത്തിന് ആരോഗ്യം കിട്ടിക്കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പോയി താമസിക്കാലോ. പിന്നെ അത് മാത്രമല്ല, ഇവിടുന്ന് ഒന്ന് റിക്കവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയി വാടകയ്ക്കാണെങ്കിലും പോയി താമസിക്കാലോ. അപ്പൊ അതിന് ആന്റി ആദ്യം ശ്രമിക്കണ്ടേ. ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ വേണ്ടെന്ന് പറയാം. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. നീ എന്റെ സ്ഥാനത്തൊന്ന് നീ ചിന്തിച്ചു നോക്കേ. ഞാനൊരു തെറ്റും ചെയ്തതല്ല. ശരിക്കും പറഞ്ഞാൽ മഹേശ്വരേട്ടൻ വേറെ വിവാഹം കഴിച്ചാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കില്ലായിരുന്നു. പാവപ്പെട്ടൊരു പെണ്ണായി ഞാൻ. മോഹങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അറിയാതെ വഴുതി വീണു പോയതാ. പക്ഷെ അതിന്റെ പേരിൽ ഇത്രമാത്രം വേദനിക്കേണ്ട വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നന്ദമോളെ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. ധൈര്യമായിട്ടിരിക്കുക. ഇതേ ഈ നന്ദയല്ല പറയണേ, ഈ കുടുംബത്തിൽ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അതിനു മുമ്പ് ആന്റീനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. ഇപ്പൊ ഇതിനേക്കാളും കടന്ന് ഉരുകുന്ന ഒരാളുണ്ട് ഈ കുടുംബത്തിൽ. അതാരാന്നറിയാവോ? അച്ഛൻ നിന്ന് ഉരുകിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ രണ്ടുപേരുടെ നടുക്ക്. അച്ഛന് ഓരോ നിമിഷവും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അത്രയൊന്നും ഇല്ല ഇതെന്ന് പറയാണ്. പിന്നീട് ഗൗതമിന്റെ അടുത്തിലേക്ക് പിങ്കി എല്ലുവാണ്. പിങ്കി എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗൗതമിനെ ചോദിച്ചു, അല്ല ഗൗതം, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടോ? ആദ്യം ഗാഥ വന്നു, ഇപ്പൊ ആണ്ട സുജാതാന്റി വന്നു. എല്ലാരും എന്തിനാ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. അത് പിങ്കിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യ. അപ്പൊ അവരുടെ ജീവൻ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. അവർക്ക് ഒരു താങ്ങും തണലില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അല്ല,
അതിന് അവരുടെ ബന്ധുക്കാരുടെ വീടില്ലേ ആ ഹേമന്തിനോടൊപ്പം പറഞ്ഞയച്ചാൽ പോരായിരുന്നോ? അവനൊരു ഫ്രോഡാന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ അവൻ്റെ കൂടെ പറഞ്ഞയക്കാത്തെ. അല്ല, എനിക്ക് എന്നാലും മനസ്സിലാത്തൊരു കാര്യം, അമ്മാവന് ഇത് എന്ത് പറ്റിയെന്നാ? അമ്മാവന് നല്ല മാറ്റമുണ്ട്. ഗൗതം അത് ശ്രദ്ധിച്ചോ? എന്ത് മാറ്റം? ഇവര് വന്നേപ്പിന്നെ, ആദ്യം ഗാഥ വന്നേപ്പിന്നെ അമ്മാവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സുജാതാന്റിയും കൂടെ വന്നു കഴിഞ്ഞപ്പിന്നെ അമ്മാവനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനില്ല. നേരത്തെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ മദ്യപിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എപ്പം നോക്കിയാലും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയെ കാണാൻ സാധിക്കുന്നത്. ഗൗതം അത് കാണുന്നില്ലേ? ഞാനും ശ്രദ്ധിച്ചില്ല. അന്നേനെ ശ്രദ്ധിച്ചു നോക്കിയാ അറിയാം. അല്ലെങ്കിലും ഇതുവരെയായിട്ട് അവര് വന്നിട്ട് അമ്മാവൻ അവരുടെ അടുത്തേക്ക് പോയോ കാര്യങ്ങളൊന്നും അന്വേഷിക്കോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ അതിനകത്ത് എന്തോ ഒരു രഹസ്യം ഇല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് രഹസ്യം? അതെന്താന്ന് അറിയത്തില്ല. അത് ഗാഥയ്ക്കറിയാന്നാണ് എന്റെ വിശ്വാസം. ഗാഥയോട് ചോദിച്ചാൽ ഒരു പക്ഷെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചേക്കും. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഗൗതം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സുജാതാന്റിക്ക് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മാവനാണെങ്കിൽ ചെമ്പമേട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കൊണ്ടുപോയതാ. പക്ഷേങ്കില് പിറ്റേ ദിവസം രാവിലെ തന്നെ സുജാതാന്റി ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്താ, സുജാതാന്റി അറിഞ്ഞില്ലായിരുന്നോ ഗാഥ അങ്ങോട്ട് ചെല്ലുന്ന വിവരം? അതൊരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. സുജാതേന്ദ്ര പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എന്ന് പറയണേ. അതൊന്നുമല്ല, ഇതിനകത്ത് വേറെന്തോ കാര്യമുണ്ട്. അച്ഛൻ തലേദിവസം വരെ പറഞ്ഞെന്താ, ഹേമന്തിന് കൈമാറെന്നും പറഞ്ഞിരുന്നല്ലേ? ഹേമന്തിന് കൈമാറാൻ ഉത്സാഹിച്ചിരുന്ന അച്ഛൻ പിറ്റേ ദിവസം എന്തുകൊണ്ടാ ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഗാഥനെ കൊണ്ടുപോയത്? ഗൗതം അതിനെക്കുറിച്ച് ചിന്തിച്ചോ? അല്ല, അത് പിന്നെ ബാലാജിനെ പോലെ ഒരു കൊടു ക്രിമിനലിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അച്ഛന് തോന്നിക്കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെ അതൊന്നും ശരിയാകുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യ, ഗൗതം ശരിക്കും ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഇനി അവസാനം ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പാണ് ചെറിയൊരു തീയ. ഇതിനി ആള് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ കെടുത്താൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തീരുമാനിക്കാൻ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോവാ. ഈ സമയം ഗൗതം ഇങ്ങനെ ആലോചിക്കുക. എന്തോ ഗൗതത്തിനുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ലക്ഷ്മിയമ്മയും മഹേശ്വരനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ മഹേശ്വരനോട് പറഞ്ഞു, സുജാതനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടക്കം ഒതുക്കം ഒക്കെ ഉണ്ട്. പാവം, ആരും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയെ ഒന്ന് ചിന്തിച്ചു ചോദിക്കും. ഭർത്താവില്ല, ആ പാടിന് മോളും ഉള്ളൂ. എന്തൊരവസ്ഥയല്ലേ മഹേശ്വരേട്ടാന്ന് ചോദിക്കുക. അല്ല മഹിയേട്ടനെ ഞാൻ ശ്രദ്ധിച്ചു. മഹിയേട്ടൻ എന്നാ ഇതുവരെ ആയിട്ട് അവരുടെ അടുത്തേക്കൊന്നും പോവാത്തെ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാത്തെ? മഹിയേട്ടൻ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ? എന്നിട്ട് എന്താന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ലക്ഷ്മി, ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യ എന്ന് പറഞ്ഞാലും അവരൊരു അന്യ സ്ത്രീയല്ലേ എന്ന് ചോദിക്കണം. ഓ, ഈ മഹിയേട്ടൻ്റെ ഒരു കാര്യം, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മഹിയേട്ടൻ ഇപ്പം ജീവിച്ചിരിക്കുന്നത് തന്നെ അവരുടെ കാര്യം കൊണ്ടല്ലേ? ആ നന്ദിയും കടപ്പാടും നമുക്ക് വേണ്ടേ? അത് മാത്രമല്ല, ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായാലോ? ഈ വീട്ടിലല്ലേ തന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഇനിയിപ്പം അതിന്റെ പേരിൽ എപ്പോഴും ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല. ഇനിയിപ്പം ഞാൻ ചെന്ന് അവരോട് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നന്ദയും ഗൗതമൊക്കെ തന്നെയാണല്ലോ എന്ത് വിചാരിക്കും? പിന്നെ അവരെന്ത് വിചാരിക്കാനായിട്ട്? അവൻ്റെ മഹിയേട്ടനെ കുറിച്ച് ഒന്നും വിചാരിക്കില്ല. ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കാത്ത എൻ്റെ മഹിയേട്ടെന്ന് അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പെട്ടെന്ന് മഹേഷിന്റെ ഉള്ളിലൊരു ആന്തലുണ്ടായി. പാവലക്ഷ്മി, അവൾ തന്നെ കുറിച്ച് എന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നേ? അവൾക്ക് അറിയത്തില്ലോ എന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു. മഹിയേട്ടൻ വേദനിക്കണ്ട കേട്ടോ. എന്ത് വന്നാലും കുറച്ചു കാലം കൂടെ സുജാതയൊക്കെ ഇവിടെ നിൽക്കട്ടെ. അല്ല, അത് വേണോ? അവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതല്ലേ നല്ലത്. അവർക്ക് വേറൊരു വീടെടുത്ത് കൊടുക്കുന്നതല്ലേ നല്ലത്. അതെന്താ മഹിയേട്ട അങ്ങനെ പറയണേ? നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കണ്ടേന്ന് ചോദിക്കുക. അതിനിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവരെന്തേലും പറഞ്ഞിട്ട് അതൊന്നും മഹിയേട്ടൻ മൈൻഡ് ചെയ്യേ വേണ്ട. മഹിയേട്ടനോടൊപ്പം എന്തിനും ഈ ലക്ഷ്മി ഉണ്ടാവും. അതുകൊണ്ട് മഹിയേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. മഹേശനാണ് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരവസ്ഥയില്. പിന്നീട് ഗൗതമിന്റെ അടുത്തേക്ക് നന്ദ വരുവാണ്. നന്ദ ഗൗതം ഇങ്ങനെ ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നന്ദ, ഞാൻ കയ്യും കാണിച്ച് എന്തിനാ അങ്ങ് ഷെയ്ക്കാൻ്റെ കൊടുക്കുവാണ്. എന്തിനാ ഷെയ്ക്കാൻ്റെ? അല്ല, ഞാൻ പോലും ഇങ്ങോട്ട് സുജാതാന്റിനെയും ഗാഥേനെയും കൊണ്ടിരുന്ന എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗൗതം സാർ അങ്ങനെയല്ല, അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പം അവർ സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു. ഒരു കുഴപ്പമില്ലല്ലോ. അതാണ് കാര്യം. അതിനിപ്പം ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തേ? എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യനെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കടമയല്ലേ? അതുകൊണ്ട് ചെയ്തൊരു കാര്യമല്ലേ? അച്ഛൻ ചെയ്തില്ലെങ്കിലും ഞാൻ എത്രയെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിക്കുക. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് നന്ദ. എന്താ? അച്ഛനാണെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല. അവരുടെ മുറിയിലേക്ക് കയറുവോ അവരുടെ കാര്യങ്ങളൊന്നും ഈ വീട്ടിലേക്ക് വന്നേപ്പിന് അവരുടെ ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് കയറിയിട്ടില്ലെന്ന് പറയാം. അതാണോ കാര്യം? അതിന് പക്ഷേ ഈ വീട്ടിലുള്ളവരെ പേടിച്ചിട്ടായിരിക്കും ഗൗതം സാർ. എന്തിനാ പേടിക്കണേ? ഈ കുടുംബത്തിലുള്ളവരുടെ കാര്യം അറിയാലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് ഇനിയിപ്പോൾ വീട്ടിലുള്ളവരെ അനാവശ്യം വല്ലതും പറഞ്ഞു വരുത്തും. അത് പേടിച്ചിട്ടായിരിക്കും എന്ന് പറയാം. എന്നാലും അത് ശരിയാണോ? അവരെ ഒന്ന് ഇടയ്ക്ക് കയറി നോക്കേണ്ട, അവരുടെ സുഖവിവരമൊക്കെ അന്വേഷിക്കേണ്ട കടമയില്ലേന്ന് ചോദിക്കുക. അതൊന്നും ഓർത്ത് ഗൗതം സാർ വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാം.
പെട്ടെന്ന് ഗൗതം പറഞ്ഞു, അല്ല എനിക്ക് അറിയത്തില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്. അച്ഛൻ ചെമ്പമ്പള്ളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്തിനാ പിന്നെ ബാലാജിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്? അതിനകത്ത് വല്ല കഥയും കാണുമോന്ന് ചോദിക്കുക. എന്ത് കഥ? അതിനകത്ത് കഥയൊന്നും കാണത്തില്ല. അച്ഛന് തോന്നിക്കാണും ഗാഥനെ രക്ഷിക്കണമെന്ന്. ഗാഥനെ മാത്രമല്ല, ആ ക്രിമിനലിന് നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണമെന്ന്. അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങോട്ട് പോയത്. അതിനെതിരെ മാത്രം ചിന്തിക്കാൻ എന്നാ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. ഓ അങ്ങനെയാണല്ലേ. അധികം വൈകാതെ തന്നെ ഇവിടുന്ന് സുജാത ആന്റീനെ വേറൊരു വാടക വീടെടുത്ത് നമുക്ക് താമസിപ്പിക്കാം അല്ലേ ഗൗതം സാറിന് ചോദിക്കുകയാണ്. ഏയ് അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ അവര് സേഫ് അല്ലേ? പിന്നെ ആ പറയുന്നവർ അതും ഇതൊക്കെ പറഞ്ഞോട്ടെ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയണം. അച്ഛനോട് ഇനിയിപ്പം കാര്യങ്ങളൊക്കെ മുറിപ്പോയെന്ന് അന്വേഷിക്കാൻ പറയണം. ഏയ് അച്ഛൻ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് നന്ദ പറയാ. അതെന്താ? അല്ല അച്ഛൻ അന്യസ്ത്രീകളുടെ മുഖത്തൊന്നും അങ്ങനെ നോക്കാറില്ലല്ലോ, അതുകൊണ്ടാന്ന് പറയണം. ഓ അങ്ങനെയാണോ? പിന്നെ അച്ഛൻ നോക്കിയില്ലല്ലോ, അതിനും കൂടെ മോൻ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. ആര്? ഞാനോ? ഞാൻ എന്ത് തെറ്റെന്നാ പറഞ്ഞേ? ഞാൻ ഏത് പെണ്ണുങ്ങളുടെ പുറകെ പോയത്? അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കാം. തെളിവോ? തെളിവുണ്ട്. അതിന് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു ജീവിച്ചിരിക്കുന്ന തെളിവ്. പിങ്കി ഇടയ്ക്കിടയ്ക്ക് പ്രണയകഥകളൊക്കെ പറഞ്ഞു വരാറുണ്ടല്ലോ, ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടെന്ന് ചോദിക്കണം. ഓ ഒന്ന് പൊക്കോളം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ദേഷ്യം അഭിനയിക്കുകയാണ്. അതെ എനിക്ക് എന്തേലും കഴിക്കാൻ എടുത്ത് വെക്കാം, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറയണം. ശരി നന്ദ അങ്ങോട്ട് പുറത്തേക്ക് പോകാം. നന്ദ മനസ്സിൽ പറയും, ദൈവമേ പാവം ഒന്നും അറിയത്തില്ല, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? താൻ ഈ മനുഷ്യനെ ചതിക്കുള്ളൂ എന്ന് ചിന്തിക്കും നന്ദയ്ക്കും വല്ലാത്ത ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് സുജാതയുടെ അടുത്ത് ഗാഥ വർത്താനം പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് പവിത്ര അങ്ങോട്ട് വരുന്നത്. പവിത്ര ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വന്നേ. ഇതേ ചായ കൊടുക്കും കേട്ടോ ഗാഥ, ഒന്ന് മധുരമൊക്കെ നോക്കിക്കോണം കേട്ടോ. ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ, എത്രയാ മധുരം എന്ന് എനിക്ക് അറിയത്തില്ല, ഇല്ലെങ്കിൽ പറയണം. പിന്നെ ഈ വീട്ടിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് പറയണമെന്ന് പറയാം. സുജാത പെട്ടെന്ന് പറഞ്ഞു, പോരായ്മകളോ? ഇച്ചിരി സൗകര്യങ്ങളൊക്കെ കൂടിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നേ, ഒന്നിനും ഒരു കുറവില്ലെന്ന് പറയണം. പെട്ടെന്ന് പവിത്ര പറഞ്ഞു, അല്ലെങ്കിലും കുറവില്ലാതെ നോക്കണം ഞങ്ങളുടെ കടമയല്ലേ, ഞങ്ങളുടെ അമ്മാവിന്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ, അപ്പൊ ആ കടമ ഞങ്ങൾക്കില്ലേ? അതുകൊണ്ടാ. അത് മാത്രമല്ല ഗാഥ ഈ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗാഥ ഞെട്ടലോടെ പവിത്രനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.